വളരെ സീക്രട്ട് ആയിട്ടാണ് ഞാനിപ്പോൾ വ്ലോഗ് എടുക്കുന്നത്. വാ ഇങ്ങോട്ട് വാ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പോൾ ടെറസിൽ വന്നിട്ട് വളരെ സീക്രട്ട് ആയിട്ടാണ് ഞാനിപ്പോൾ വ്ലോഗ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൂബിക്കാൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പം ഓൾമോസ്റ്റ് ഈവനിങ് 6 PM ആയിട്ടുണ്ട് ഏകദേശം. എന്നാലും ഇപ്പോഴാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും നേരം മൂബിക്കാക്ക സെലിബ്രേഷനൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല എന്നൊക്കെ. പക്ഷേ ഞാനെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂബിക്കാക്ക വരുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഞാനും മാളൂട്ടിയും കൂടെ അത് പാക്ക് ചെയ്തത്. എന്നിട്ട് ഞാനത് കുറേ ദിവസം മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി കേക്കും കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മൂവിക്കാർക്ക് അറിയില്ല, അവർക്ക് സർപ്രൈസാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മാളിലേക്ക് പോവാണ്. മൂവിക്കാർക്ക് ഒരു ടീഷർട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. പക്ഷെ ഇപ്പം തന്നെ മൂവിക്കാർക്ക് ഒരുപാട് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ചിരി വരുന്നു ചുമ്മാ. അപ്പോൾ അതുകൊണ്ട് സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഉണ്ടെന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ മൂബിക്കാക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് റീബോക്കിൻ്റെ ഒരു ജാക്കറ്റാണ്, ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് കരുതി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ എക്സ്പ്രഷൻ, എന്താ റിയാക്ഷൻ എന്നൊക്കെ നോക്കാം. പിന്നെ മാളൂട്ടീൻ്റെ വക ഒരു പെർഫ്യൂമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഗിഫ്റ്റ് ഞങ്ങൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ മാളിലേക്ക് പോവാണ്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അബ്ബൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ വലിയ കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. അതെ, ഒരു ടീഷർട്ട് നോക്കണമെന്നുണ്ട്. ഒരു പേർപ്പിൾ ടീഷർട്ട്, ഞങ്ങൾക്ക് പേർപ്പിൾ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ അതിന് മാച്ച് ചെയ്തൊരു പേർപ്പിൾ ടീഷർട്ട് മൂബിക്കാകെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് എടുക്കാന്ന് കരുതി. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം. അതാണ് ഞങ്ങളെ പ്ലാൻ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. ക്രീമി ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് സർപ്രൈസ് ആയിട്ട് ഹസ്ബൻഡ് അറിയാതെ എനിക്ക് അവിടെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാള്, ഞാൻ പോയി അപ്പനെ വിളിച്ചിട്ട് വരാം. ഓക്കെ, ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ. വെറുതെ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? അതിന്റെ ഉള്ളില് അല്ല, ഈ കടയല്ല, ഇതിന്റെ അപ്പുറത്തെ കട. അപ്പുറത്ത് ആ ഒരു പിങ്ക് കളർ കാണുന്നില്ലേ, ആ കടയില്. അപ്പം ഞാൻ എന്തായാലും ബാക്കി വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം കടയിലെ ഭയങ്കര സൗണ്ട് കൊണ്ട് ഞങ്ങൾ പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും മൂബിക്കാക്ക് കൊടുത്തപ്പോഴുള്ള റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആൾക്ക് എന്തായാലും എന്തൊക്കെയോ പരിപാടി ഞങ്ങൾ ഒപ്പിക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് എനിക്ക് തന്നെ മാറി നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടതുകൊണ്ടും എങ്ങനെയാണെങ്കിലും ഡൗട്ട് അടിക്കും. പക്ഷേ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കേക്കൊന്നും കട്ട് ചെയ്യുന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കാമെന്ന് കരുതി ഫസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് മൂബിക്കാക്ക് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യട്ടെ. കേക്കിൻ്റെ പേജ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവർ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടു തരുമായിരുന്നു. പിന്നെ ഞാനിതൊരു സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം വീട്ടിലാവുമ്പോൾ എങ്ങനെയാണെങ്കിലും മൂബിക്കാക്കയാണ് അത് പോയി വാങ്ങിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് മാളിൽ വെച്ചത് പ്ലാൻ ചെയ്തത്. Happy birthday to you. Happy birthday dear Bobby. Happy birthday. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു മാളൂട്ടി എടുത്ത് അബ്ബൻ്റെ മുഖത്തൊക്കെ തേക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കേക്ക് സൂപ്പർ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ലക്ഷദ്വീപിൽ നിന്നൊരു ഫാമിലി വന്നിട്ട് മാളൂട്ടീനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അവരെയും ഞങ്ങളുടെ ഈ ഒരു ചെറിയ സെലിബ്രേഷനിൽ ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. എന്താണെന്നൊന്ന് ഗസ് ചെയ്യാം. അവിടെ നോക്കി കുലുക്കാനൊന്നും പാടില്ല. എന്താണെന്ന് ഗസ് ചെയ്യാം. എന്നാ പൊട്ടിച്ചു നോക്കാം എന്താന്ന്. ഇനിയിപ്പോ കാണാം.
ഷൂസ് ഒന്നല്ല എക്സ്പെക്ട് ചെയ്യണ്ട. എടുത്തോ? അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റായിരുന്നു. പിന്നെ മാളൂട്ടി പെർഫ്യൂമും കൊടുത്ത് അവളുടെ ഗിഫ്റ്റായിട്ട്, അതും മുബിക്കാക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് എനിക്കത് ഇട്ട് നോക്കിയിട്ട് കാണണം എന്നുണ്ടായിരുന്നു ആ ഒരു ജാക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ മുബിക്കാക്കിനെ കൊണ്ട് ആ ജാക്കറ്റ് ഒന്ന് ഇട്ട് നോക്കിപ്പിച്ചു. വാ, പെർഫെക്റ്റ്. ഇഷ്ടായില്ലേ? നിന്റെ മനസ്സറിഞ്ഞ ഗിഫ്റ്റ് ആണോ? അതെ, മനസ്സറിഞ്ഞ ഗിഫ്റ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്ന് വേണമെന്ന്, ഓവർകോട്ട് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു വർക്കൗട്ട് പോകുമ്പോൾ. എന്തായാലും എന്റെ ഷാനുട്ടി എനിക്ക് വാങ്ങി തന്നു. മാളൂട്ടിക്ക് എൻ്റെ കൂടെ ഇത് സർപ്രൈസ് ആയിട്ട് പാക്ക് ചെയ്യാനും അബ്ബക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് വാങ്ങിക്കാൻ പോയ സമയത്ത് മുബിക്കാക്കനെയും മാളൂട്ടീനെയും നൈസായിട്ട് മാറ്റി നിർത്തിയിട്ട് എൻ്റെ അനിയത്തിക്ക് മാളൂട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ പോയിട്ട് ഇത് വാങ്ങിച്ചതൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. മുബിക്കാക്ക് ടീഷർട്ട് പേർപ്പിൾ കളർ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ പോകുമ്പോൾ പറഞ്ഞത് ശരിക്കും തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ആ ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പേർപ്പിൾ കളർ ടീഷർട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. പിന്നെ എൻ്റെ ഉപ്പച്ചി എറണാകുളത്ത് വന്ന സമയത്ത് മുബിക്കാക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് ഓൾറെഡി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.